ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഹൈവേയിലൂടെ 5 റൈഡിംഗ് ബൈക്കുകൾ മുമ്പോട്ട് കുതിച്ചു. 5ഉം ഒന്നിനൊന്ന് മികവോടെ ഒരേ വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക്. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ ബൈക്കുകൾ ആഡംബരം വിളിച്ചു പോകുന്ന വില്ലക്കൊമ്പിലായി ഇരമ്പരോടെ വന്നു നിന്നു. വീടിന് പുറത്തായുള്ള ക്ലാസിക് ബൾബുകളുടെ വെളിച്ചത്തിൽ ഗേറ്റിന് സൈഡിലായി എഴുതിയ നെയിം ബോർഡ് വ്യക്തമായി. പഞ്ചാഗ്നി വില്ല. വില്ലയുടെ ഗേറ്റ് അവർക്കുമ്പിലായി മറക്കെ തുറന്നു വന്നു. 5 ബൈക്ക് ആ വീണുമുറ്റത്തേക്കായി വന്നു നിന്നു. അതിലായിരുന്ന 5 പേരും കയ്യിലായുള്ള ഹാൻഡ് ഗ്ലൗ അഴിച്ചെടുത്ത് തലയിൽ നിന്ന് ഹെൽമെറ്റ് ഉയർത്തി മുന്നിലായി വെച്ച് തലയിലൊന്ന് കുടഞ്ഞ് മുടികൾ പുറകിലേക്കായി വകഞ്ഞു മാറ്റി പരസ്പരം നോക്കി. പുഞ്ചിരിയോടെ കൈകൾ ഉയർത്തി അടുത്ത് നിൽക്കുന്നവന്റെ കൈയിലേക്കായി ഒരുമയോടെ അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ "വി ആർ ബാക്ക് ഹോം" എന്നാലറി ബൈക്കിൽ നിന്നിറങ്ങിയവൻ അകത്തേക്ക് ചുവടുവെച്ചു. സ്റ്റെയർ കയറി നേരെയുള്ള 5 റൂമുകളിലേക്ക് അവർ കയറിയ പാടെ കഥകടച്ചു. ഏറെ നേരത്തിന് ശേഷം അവർ തിരികെ താഴോട്ടിറങ്ങവേ അതിലൊരുവൻ കിച്ചണിൽ പോയി 5 ജ്യൂസ് ബോട്ടിൽ കൊണ്ടുവന്നതും ഓരോന്നായി എടുത്ത് അവർ സിപ്പ് ചെയ്ത് ഹാളിലായുള്ള കുഷ്യനിലായി ഇരിപ്പുറപ്പിച്ചു. ചുമരിലായി ഘടിപ്പിച്ച TV ഓൺ ചെയ്തു വെച്ച് അതിലായി ആവേശത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഫുട്ബോൾ മാച്ച് അതിന്റെ ആവേശം ഒട്ടും ചോരാതെ അവർ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇവരാണ് പഞ്ചാഗ്നി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ 5 നെടുന്തൂണുകൾ. അലൻ മുബാറക്, ആഹിൽ ഷാൻവർ, ഡേവിഡ്, അദ്വിക് ദക്ഷ്, ഹരികുമാർ, ഹരീന്ദ്രൻ. ചെറുപ്പം മുതലേ ഒരുമിച്ച് വളർന്ന കൂട്ടുകെട്ട്, ഒരേ പ്രായം, ഒരേ രീതികൾ, ഒരേ മനസ്സ്. സ്നേഹാലയം എന്ന അനാഥ മന്ദിരത്തിൽ നിന്ന് തുടങ്ങിയ അവരുടെ ജീവിതം കഠിന പരിശ്രമങ്ങൾക്കും നിശ്ചയദാർഢ്യങ്ങൾക്കും ഒടുവിൽ പഞ്ചാഗ്നി ഗ്രൂപ്പ്സ് എന്ന ബിസിനസ് സാമ്രാജ്യം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് വന്നു ചേർന്നു. ആഡംബരപൂർണമായ ജീവിതത്തിലും വന്ന വഴി മറക്കാത്തവർ, അധ്വാനത്തിന്റെ ഒരു വീതം പാവങ്ങൾക്കായി നീക്കിവെക്കുന്നവർ, ഒത്തിരി പേരുടെ വിദ്യാഭ്യാസത്തിന് താങ്ങായി മാറിയവർ. തിരക്കുകൾക്കിടയിലും മൈൻഡ് റിഫ്രഷ്മെന്റിനായി 4 മാസത്തിലൊരിക്കൽ തിരക്കുകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരിടവേള പോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്ര അവരുടെ ഭാഗമായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള യാത്രയുടെ അവസാനത്തിൽ അവരുടെ വില്ലയിലേക്കായി തിരിച്ചെത്തുകയാണിവർ. സ്നേഹാലയം എന്നും മുടങ്ങാതെ അവിടെ സമയം ചെലവഴിക്കുമായിരുന്നവർ. അവരുടെ അമ്മയായി മാറിയ സീതാമ എന്ന മധ്യവയസ്കയായ സ്ത്രീയുടെ ചുമതലയിൽ മുന്നോട്ടു പോകുന്ന നിരാശ്രയർക്കുള്ള ആശ്രയമായി മാറിയിരുന്നു സ്നേഹാലയം. സീതാമ്മയുടെ വാക്കുകൾക്ക് മറുവാക്കില്ലാതിരുന്നവർ അവരുടെ ഏത് തീരുമാനങ്ങളും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചിരുന്നു. സമൂഹ വിവാഹം, ഇനിയുള്ള ജീവിതം തനിച്ചു പാടില്ലെന്ന സീതാമ്മയുടെ വാക്കിൽ അവർക്ക് ഇതുവരെയായി പ്രണയമെന്ന അനുഭൂതി സ്പർശിക്കാത്തതിനാലും അവരുടെ തീരുമാനത്തോടൊപ്പം പൂർണ്ണ മനസ്സാൽ ചേർന്നു നിന്നു. അവർക്കായുള്ള പാതകളെ സീതാമ്മ തന്നെ കണ്ടെത്തണമെന്ന് അവരുടെ തീരുമാനമായിരുന്നു. അതൊരിക്കലും തങ്ങളുടെ പണം മോഹിച്ചുള്ളവരാവരുതെന്നും. സീതാമ്മയിൽ തെല്ലിട നേരത്തേക്ക് പോലുമുള്ള ആലോചന കടന്നു വരാത്ത വിധത്തിൽ അവരുടെ മനസ്സിൽ ആ 5 മുഖങ്ങൾ മിന്നിമാഞ്ഞു. സീതാമ്മയുടെ അനിയത്തിയായ യശോദാമ്മയുടെ കീഴിലുള്ള തണൽ എന്ന അനാഥാലയത്തിലെ ആ 5 മുഖങ്ങൾ, സ്നേഹത്തോടെയും ഒരുമയോടെയും ചേർന്ന് നിൽക്കുന്ന സൗഹൃദം. പഞ്ചാഗ്നികൾ തങ്ങളുടെ പാതിയാകുന്നവരെ വിവാഹം വരേക്കും കാണേണ്ടെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കാരണം അവരുടെ സീതാമ്മ അവർക്കായി ബെസ്റ്റ് നൽകുമെന്ന കാര്യത്തിൽ ലവലേശം പോലും സംശയമില്ലായിരുന്നു. ഇന്നാണ് മുഹൂർത്തം. മീഡിയയുടെ അസാന്നിധ്യത്തിൽ പഞ്ചാഗ്നി കൺവെൻഷൻ സെന്ററിന്റെ സ്റ്റേജിലായി പഞ്ചാഗ്നിമാരടക്കം 10ഓളം വരന്മാർ നിരന്നു നിന്നു. മുഹൂർത്തം അടുക്കാറാകവേ നിക്കാഹ് കഴിഞ്ഞ് അലനും അഹിലും സ്റ്റേജിൽ അവർക്കടുത്തായി വന്നു നിന്നിരുന്നു. വരന്മാർക്കടുക്കലായി വധുക്കൾ വന്നു നിന്നെങ്കിലും മുഖമൊന്ന് ചരിച്ച് അവരെ നോക്കുപോലും ചെയ്യാതെ തങ്ങൾക്കായി നൽകിയ താലിയും മഹറും അവരവരുടെ പാതികൾക്കായി അണിഞ്ഞു. നെറുകയിൽ ചാർത്തിയ സിന്ദൂരത്താൽ അഹിലും അലനും ഒഴികെയുള്ളവർ അവരെ തങ്ങളുടെ പാതികളാക്കി. കല്യാണം മംഗളമായി കഴിഞ്ഞു. അങ്ങനെ പഞ്ചാഗ്നിമാർക്ക് പാതികളായി അവരവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അഹിൽ ഷാൻവർ ആൻഡ് ആലിയ മെഹറിൻ, അലൻ മുബാറക്, മെഹക് റാസ്, ഡേവിഡ് ആൻഡ് ശ്രാവണി, അദ്വിക് ദക്ഷ് ആൻഡ് ആദിശ്രീ, ഹരികുമാർ ആൻഡ് ഇസ്ര. ചടങ്ങുകൾ അവസാനിക്കവേ യശോദാമ്മയോടും സീതാമ്മയോടും യാത്ര പറഞ്ഞവർ 5 ജോഡികൾ തങ്ങളുടെ ബൈക്കിൽ പഞ്ചാഗ്നി വില്ലയിലേക്കായി പുറപ്പെട്ടു. നേരം ഇരുട്ടിയതോടെ അവർ വില്ലയിലായി എത്തിച്ചേർന്നു. കതക് തുറന്ന് അകത്ത് കയറിയവന്മാർ സ്റ്റെയർ കയറി മുന്നായി പാദങ്ങൾ നിശ്ചലമായി പതിയെ തിരിഞ്ഞു നോക്കവേ വാതിൽ കടന്ന് നിരന്നു നിൽക്കുന്നവളുമാരെ നോക്കി ഒരു നിമിഷം ചിന്തയോടെ ഇന്നവർ 5 പേരും കിളി പറത്തി നിന്നു. കർത്താവേ, ഇതിലേതിനെയാണാവോ ഞാൻ കെട്ടിയേ എന്ന് ആത്മേടിച്ച ഡേവിഡ് അതേ മുഖഭാവത്തോടെ ബാക്കിയുള്ളവരിലേക്കായി മിഴികൾ ചലിപ്പിച്ചതും അവിടെയും സെയിം എക്സ്പ്രഷൻ. കിട്ടുന്ന നേരം പോലും മുഖത്ത് നോക്കാത്തതിന് ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരുന്നുകൊണ്ട് അവർ അവളുമാരിൽ ആരെ നോക്കുമെന്ന സംശയത്തിൽ തറഞ്ഞു നിന്നു. എന്നാൽ അലനും അഹിലും 2 തട്ടമിട്ട മൊഞ്ചത്തുകളിൽ ഏതാണോ തങ്ങളുടെ പാതി എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കി നിന്നു. സത്യമറിയാൻ അവളുമാരോട് ചോദിക്കുന്നതിൽ പരം നാണക്കേട് വേറെയൊന്നുമില്ലെന്ന നിഗമനത്തിൽ അവന്മാർ നിന്ന് പരിങ്ങിയതും ഡേവിഡ് ഉള്ളിൽ ഉയർന്ന പതർച്ച മറിച്ചുകൊണ്ട് അവളുമാരോടായി പറഞ്ഞു, അല്ല, പെട്ടെന്നുള്ള കല്യാണമായിരുന്നല്ലോ. സോ നിങ്ങളും ഞങ്ങളെപ്പോലെ നിങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാൻ സമയം വേണ്ടി വരുമെന്നറിയാം. അതുവരെ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, ഓക്കെ എന്ന് പറഞ്ഞ് അവരെ നോക്കിയതും അവളുമാർ സമ്മതം എന്നോണം തലയലിപ്പിച്ചതും. ഓക്കെ ദെൻ, ബുദ്ധിമുട്ടില്ലെങ്കിൽ അതുവരെ താഴെയുള്ള റൂംസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് അലം പറഞ്ഞതിന് പുറകെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ തന്നെയുണ്ട് ഹരി പറഞ്ഞു. രാത്രി ഒരുപാടായില്ലേ, കഴിക്കാൻ വല്ല ആവശ്യമുണ്ടെങ്കിൽ കിച്ചൺ അവിടെയുണ്ട്. ദക്ഷ പറയവേ
അതെ, വേറെ വല്ലതും വേണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അറിയിച്ചാൽ മതി എന്ന് അഖിലും പറഞ്ഞ് കോളം തികച്ചു. ഗൗരവത്തോട് 5 പേരും പെട്ടെന്ന് തന്നെ വേഗത്തിൽ സ്റ്റെയറിന് മുകളിലേക്ക് പോയി. അവർ പോയ വഴിയെ നോക്കി പെൺപടകൾ പുരികം പൊക്കി പരസ്പരം നോക്കി അടുത്തുള്ള റൂമിലേക്കായി കയറി കഥകടച്ചു. മുകളിലേക്ക് പോയവർ അവർക്കായി സെറ്റ് ചെയ്ത് വെച്ച കംപ്ലീറ്റ് വർക്ക്ഔട്ട് എക്യുപ്മെന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ച റൂമിലേക്ക് കയറി. അതിനകത്തുള്ള ബീൻ ബാഗിലേക്കായിരുന്നു ഇനി എന്തെന്നുള്ള രീതിയിൽ പരസ്പരം നോക്കിയിരുന്നു പോയി. നീ നോക്കിയായിരുന്നോ എന്ന അരിയുടെ നിഷ്കളങ്കത വാരിയുതിരിയുള്ള ചോദ്യത്തിന് ഡേവി ചമ്മിയ ഭാവത്താലേ ഇല്ല എന്നുള്ള മറുപടിക്ക് പുറമെ ബാക്കിയുള്ളവരിലേക്കായി മിഴികൾ പായിക്കവേ അവരിൽ എന്നുള്ള രീതിയിൽ തലയലിപ്പിച്ചു. ചുരുക്കി പറഞ്ഞ വലിയ കാര്യത്തിൽ എല്ലാവർക്കും ആറ്റിറ്റ്യൂഡ് ഇട്ട് അവളുമാരുടെ മുഖത്തോട് പോലും നോക്കാതെ വന്ന് മൂഞ്ചി ഇരിപ്പാണെന്ന് സാരം എന്നതിൽ പറഞ്ഞതും അതിന് താലിയെട്ടിയപ്പോ അവളുമാർ തലയും കുടിച്ച് പിടിച്ച് എങ്ങനെ കാണാനാ എന്ന ദക്ഷിന്റെ സംസാരത്തിലെ ശാന്തി നിന്ന് ചിരിച്ചതും വല്ലാണ്ട് ഇളിക്കല്ലേ, നിങ്ങൾ രണ്ടുപേരുള്ളെങ്കിലും പാടുവിടും കണ്ടുപിടിക്കാൻ. എന്നാലും ആരൊക്കെയായിരിക്കും? ഒരു കാര്യം ചെയ്യും, ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ലോ, അതെണ്ണ മനസ്സിലാവില്ലേ? സീതാമിക്കൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് കിച്ചു ഫോൺ കയ്യിലെടുക്കവേ. വിളിക്കുന്ന വെറുതെ ഫോട്ടോ ഉണ്ടല്ലേ, ബാക്കിയുള്ളവരുടെ ഉണ്ടാവും. ബട്ട് നമ്മുടെ മാരേജ് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഫോട്ടോ എടുപ്പ് നമ്മൾ തന്നെയാ ക്യാൻസൽ ചെയ്ത് എന്ന് ദക്ഷു പറഞ്ഞതും ഷിറ്റ്, ഇനി ആലോചിച്ച വട്ടുപിടിക്കുന്നില്ലാതെ എന്നതായാലും നാളേക്ക് നോക്കാം, പോയിന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഡേവി എഴുന്നേറ്റതും ബാക്കിയുള്ളവർ അവരുടെ റൂമിലേക്കായി പ്രവേശിച്ച് ബെഡിലേക്കായി കിടന്നു. ഒരു രീതിയിലും ചെറുതായി പോലും അവരുടെ മുഖം കണ്ടിട്ടില്ലെന്ന് ഒത്തിരി ആലോചിച്ച് കൂട്ടത്തിൽ നിന്നും തെളിഞ്ഞു വന്നതും തലപെരുത്ത് തലയിണിൽ മുഖം പൊഴിത്ത് അവരെല്ലാം ഉറക്കിലേക്ക് വഴുതി വീണു. എന്നാൽ താഴെ പെൺപടകൾ 2 റൂം അവർക്കായി നൽകിയെങ്കിലും എല്ലാവരും റൂമിലേക്കായി കയറി. ഉടുത്തിരുന്ന സാരി അഴിച്ചു മാറ്റി ഫ്രഷായി ഇറങ്ങി 5 പേരും ബെഡിലേക്കായി കയറിയിരുന്നു. റൂം ആകെ ഒന്ന് വീക്ഷിക്കവേ എന്താ ആലോചിച്ചുകൊണ്ടിരുന്ന ഈശ്വരായ എന്ന ഇഷു എന്തോ കത്തി കണക്ക്. ഡിയെ, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്ന് വന്നപ്പോ അമ്മാന്റെ മൊത്തം പരിഭ്രമം? ആരുടെ മൊത്തം പരിഭ്രമം എന്ന് ചോദിച്ചോ അക്കു. കെട്ടിയമാരുടെ. ഡോ, എന്റെ വീക്ഷണകോണത്തിൽ മനസ്സിലായത് നമ്മുടെ കെട്ടിയമാർക്ക് നമ്മൾ അറിയില്ലെന്നാ എന്ന് ഇഷു വലിയ കാര്യം പോലെ പറയുന്ന കേട്ട് അക്കു. അറിയില്ല എന്ന് ഉറപ്പല്ലേ? അതിന് നീ കോണം പൊക്കി പിടിച്ചോണ്ട് വീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? സില്ലികൾ അവർക്ക് എന്ന പോലെ നമുക്കും അറിയില്ലല്ലോ അവരെ. യശോദാമയല്ലേ അവർക്കൊണ്ട് നമ്മളെ കെട്ടിച്ച് എന്ന് പറഞ്ഞ് വിളിക്കുക ചിരിച്ചതും ഇഷു പല്ലി അടിച്ചു. കോണകം പൊക്കി പിടിച്ച നിന്റെ, ഞാൻ ഉദ്ദേശിച്ച അവർക്ക് നമ്മിൽ ആരൊക്കെയാണ് കെട്ടിയെന്ന് അറിയില്ലെന്നാ. ആദ്യം നീ പറഞ്ഞ ശരിയാ, എനിക്കത് തോന്നി. കെട്ടിയിട്ട് ആ ദക്ഷിന്ന് പറയുന്നവൻ ഇവിടെ എത്തുന്നവരെ എന്നെ നോക്കിയത് പോലും ഇല്ലടി. പിന്നെയുള്ള അവർ 5ന്റെ പരിങ്ങിലും സംതിങ് ഫിഷ് എനിക്ക് അപ്പോഴേ അടിച്ചതാ എന്ന് ശ്രീ പറഞ്ഞു ശിവ. അതുവരെ ലെസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്നുള്ള ആ നസ്രാണി ചിക്കന്റെ പരിങ്ങാണിൽ ആറ്റിറ്റ്യൂഡ് വിട്ടുകളില്ലാത്ത ഡയലോഗും യശോദാമയ്ക്ക് അതിൽ വേറെ ഏതെങ്കിലും ഒന്നിനെ എനിക്ക് തന്നൂടായിരുന്നോ എന്ന് പറഞ്ഞു ബാക്കിയുള്ളവളുമാർ അവളെ ചെറിഞ്ഞു നോക്കുന്നാണ്ട് വിളിക്കുക ചിരിച്ചുകൊണ്ട്. ഷോറി, ബാക്കിയുള്ളത് നിങ്ങളാണല്ലേ, കൂടുതൽ പറയിപ്പിക്കലേ, അങ്ങനെ മാത്രം കെട്ടുള്ളൂ പറഞ്ഞ് നീയല്ലേ എന്നുള്ള സ്ത്രീയുടെ വാക്കിൽ തലയും കുനിച്ച് ഇടങ്ങണാലെ സൈറ്റ് അടിച്ചുകൊണ്ട് പെട്ടെന്ന് തല ഉയർത്തി. അയ്യടാ, ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങൾ അവർ ഉള്ളിട്ടോണ്ട് നടപ്പുറങ്ങിട്ട് കാല് വിട്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പൂച്ചിച്ച് വിട്ടതും. അത് പിന്നെ അവരൊക്കെ വലിയ നിലയെത്തിയപ്പോ മനസ്സിൽ നിന്ന് കളഞ്ഞതല്ലായിരുന്നു. പെട്ടെന്ന് യശോദാമ അവരെയാണ് കെട്ടേണ്ടെന്ന് പറഞ്ഞപ്പോ എന്ന് പറയുന്ന ആളും വെളുക്ക ചിരിച്ചു. ശിവയുടെ ചുണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അവരോട് നമുക്ക് പ്രണയമൂത്ത് കെട്ടിയതാണെന്ന് പോലും അറിയാത്തവന്മാരാ നമ്മുടെ കെട്ടിയവൻസ്. എന്തിന് മുഖത്ത് പോലും നോക്കാതെ കശ്മലന്മാർ എന്ന് പറഞ്ഞ അക്കു പല്ലി അടിച്ചതും. അവരോട് പ്രണയമായിരുന്നു നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അവർക്കതറിയില്ലല്ലോ. എന്നാൽ ഇതിനൊരു മറുപടി കൊടുക്കണ്ടേ? ഏതായാലും നമ്മൾക്ക് അവരറിയാമെങ്കിലും അവൾക്ക് നമ്മളിൽ ആർക്കും അവരുടെ ഭാര്യയെന്ന് അറിയില്ല എന്ന് ലിയ പറഞ്ഞു നിർത്തിയതും ശിവ ബാക്കിയുള്ളവരെ നോക്കി. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ എന്ന ചോദ്യത്തോടെ ഗൂഢമായി ചിരിച്ചവും അവരും അതിൽ പങ്കുചേർന്നു. നമ്മൾ സത്യം പറയാതെ അവരിട്ട് വട്ടം ചുറ്റിക്കണം, അതാണ് അവർക്കുള്ള പണി. കെട്ടിയ പെണ്ണിനെ മുഖത്ത് നോക്കാത്തമാര് ഇനി മുതൽ മുഖത്ത് പോയി കൺഫ്യൂഷൻ അടിച്ചുകൊണ്ട് തേരാപ്പാര നടക്കണം. ജാട കെട്ടിയൻസ് മസിലും പെരുപ്പിച്ച് ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കാൻ നിന്നപ്പോ സ്റ്റേജിൽ വെച്ച് ആ രാവണന്റെ പാട്ടൊക്കെ ചവിട്ടെടുക്കാൻ തോന്നിയതാ. എന്നെ പാവല് ജീവിച്ചു നോക്കട്ടെ എന്ന് കരുതിയതാ എന്ന് അക്കു പറയുമ്പോൾ കേട്ടോൾമാർ കോറസ് പോലെ എന്തോ എങ്ങനെ, അല്ലാണ്ട് അങ്ങേര് നിന്നെ ഭിത്തിയിൽ തേക്കൊന്ന് പേടിച്ചല്ല എന്ന് ശ്രീ അടക്കി ചിരിയോടെ പറഞ്ഞു. അക്കു നന്നായെന്ന് വിളിക്കെ ചിരിച്ചു കൊടുത്തു. നമ്മൾ മാട്രിന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മെ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റരുത്. 5 പേരോട് ഒരുപോലെ സംസാരിക്കണം. നമ്മുടെ സംസാരം കേട്ട് അവർക്ക് അതിന് സംശയം തോന്നണം ഇവരിൽ ആരെയാ കെട്ടിയെന്ന്. ഹരിയാണ് പോലും. ആ കരി എനിക്കൊന്ന് വട്ടം ചുറ്റിക്കണം. അപ്പൊ പ്ലാൻ എങ്ങനെയുണ്ട് എന്നുള്ള ഇഷുവിന്റെ ചോദ്യത്തിന് കൊള്ളാം, നമ്മ പൊളിക്കൂലേ, പൊളിച്ചടുക്കും എന്ന് പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചോ. എന്തോ ആലോചനയോടെ ഇരുന്ന ലിയ. പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ അക്കു നമ്മള് പെടുപടി അവന്മാര് 2 പേരേ ഉള്ളൂ. ഷാൻ കാക്കുനെ കണ്ട് വരച്ച് നീ സത്യം മുഴുവൻ അറിയിക്കാണ്ടിരുന്നാ മതി. നമുക്ക് അവർ 2നെയും കൺഫ്യൂഷൻ ആക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇവര് ബാക്കി 3നെ നോക്കട്ടെ, സിമ്പിൾ, ഓക്കെ എന്ന് പറഞ്ഞ് പരസ്പരം കൈ കൊടുത്ത പ്ലാൻ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉറക്കിലേക്ക് വഴുതി വീണു.
ഹാളിലെ സ്റ്റാൻഡിലായി വെച്ച കൃഷ്ണവിഗ്രഹത്തിന് മുമ്പിലായി നിന്ന് മിഴികളടച്ച് ശിവയുടെ സ്വരമാധുരിമയിൽ പിറന്ന കീർത്തനം കേട്ടുകൊണ്ടാണ് ആൺപടകൾ ഓഫീസ് വേഷത്തിൽ സ്റ്റെയർ ഇറങ്ങി വന്നത്. താഴെയെത്തിയതും കീർത്തനം അവസാനിപ്പിച്ച ശിവ മിഴികൾ തുറന്ന് കൈയുള്ള താലവും പിടിച്ച് പിന്തിരിയവേ സ്റ്റെയർ ഇറങ്ങി താഴെയെത്തിയ ഡേവിയുടെ മിഴികൾ ഒരു വേള ശിവയിൽ ലയിച്ചുപോയി. ദാവണി ചുറ്റി ഇടുപ്പമുള്ള മുടി കുടി പിന്നിലിട്ടവൾ താരത്തിൽ നിന്ന് നെറ്റിയിലായി അല്പം ചന്ദനം ചാർത്തവേ സീമന്തരേഖയിലെ സിന്ദൂരത്തിലായി ഡേവിയുടെ മിഴികൾ ഉടക്കിയതും പെട്ടെന്ന് തന്നെ തലയെന്ന് വെട്ടിച്ചുകൊണ്ടവൻ. കർത്താവേ, എന്നതാ ഇത്? ഇത്രയും നേരം ഞാൻ ഇവളെ നോക്കി നിന്നോ? ഓ ഗോഡ്, ഈ കൊച്ചിന് ഉമ്മാരുടെ ആരെങ്കിലും ആണെങ്കിൽ എന്നാലോചിച്ച് നെറ്റിലായി വിരലിനാൽ തടവിയതും അവർക്ക് നേരെ ശിവ പുഞ്ചിരിയോടെ വന്ന് യാതൊരു മുഖവരെയും കൂടാതെ ഡെവിക്ക് നേരെയായി ചന്ദനം നീട്ടിക്കൊണ്ട് ചാർത്തുവല്ലോ അല്ലേ എന്ന് പുഞ്ചിരിയോട് ചോദിച്ചതും അവളുടെ പുഞ്ചിരിയിൽ ഡെവിക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നിയതും പെട്ടെന്ന് അവളിൽ നിന്ന് മിഴികൾ അടർത്തി താലത്തിൽ നിന്നെടുത്ത് നെറ്റിയിൽ കുറി വരച്ചു. അതുപോലെ ബാക്കിയുള്ളവർക്ക് നേരെ നീട്ടി. ഷാനും കിച്ചു അത് നോക്കി നിന്നു. പിന്നീട് അവന്മാർ അവിടെ ചുറ്റുപാടൊന്ന് വീക്ഷിക്കവേ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവിടെ നല്ല അടുക്കും ചിട്ടയും വന്നതായി മനസ്സിലായി. ഇനിയും നിന്നാൽ തന്നെ മിഴികൾ അവളിലേക്ക് പതിക്കുമെന്ന് മനസ്സിലാക്കിയ ഡെവി പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങുവാ എന്ന് പറഞ്ഞു ശിവ എല്ലാവരോടുമായി. ഇതുവരെ എങ്ങനെയായിരുന്നെന്ന് അറിയില്ല, ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം, എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശ്രീ കഴിഞ്ഞില്ലേ എന്ന് കിച്ചണിലേക്ക് വിളിച്ചു ചോദിച്ചു. ആ ശിവ ഇതാ എടുക്കുക എന്ന് പറഞ്ഞ് അകത്തേക്ക് വന്ന സ്ത്രീയെ ഒരു നിമിഷം ദക്ഷിണ നോക്കി നിന്നെങ്കിലും അവനും പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് മുഖം തിരിച്ചു. ആൾക്ക് പുറകെ ഓരോന്നായി എടുത്തു വന്ന ലീവിനെയും അക്കുവിനെയും യേശുവിനെയും കണ്ട് ബാക്കി മൂന്നും ആരെ നോക്കുമെന്നറിയാൻ കൺഫ്യൂഷൻ അടിച്ച് ഫുഡ് കഴിക്കാനിരുന്നു. 5 പേരുടെയും മിഴികൾ തങ്ങളുടെ പാതിയിലായി പലപ്പോഴും മതിമറന്ന് നോക്കി പോകുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം അവരുടെ മനസ്സിൽ അവർ മറ്റുള്ളവരിലേക്ക് സ്വന്തമായവരാണെങ്കിൽ ചെറുനോട്ടം പോലും തെറ്റാണെന്നുള്ള ചിന്തയിൽ പതിരി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചെണീറ്റു. ഫുഡൊക്കെ അപാര ടേസ്റ്റ് ആയിരുന്നു. ആസ്വദിച്ച് കഴിക്കാൻ ടെൻഷൻ അടിച്ചിരുന്നോണ്ട് അവർക്ക് കഴിഞ്ഞില്ല. ഒരുവിധം അവിടുന്ന് അവർ ഓഫീസിലേക്ക് വിട്ടു. ഓഫീസിലെത്തിയിട്ടും അവരവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ അവർ 5 പേരും അടുത്തുള്ള കോൺഫറൻസ് ഹാളിൽ ഒത്തുകൂടി. ഓരോന്നോർത്തിട്ടാകും ഭ്രാന്ത് പിടിക്കുക, എങ്ങനെ ഇതൊന്ന് സോൾവ് ചെയ്യുന്നത് എന്ന് അരനിട്ടിരുന്ന ബ്ലേസർ അഴിച്ച് റിവോൾവിംഗ് ചെയറിൽ ഹാങ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഷാൻ. അതെന്നെയാ ആലോചിക്കണത്, ഇന്ന് എത്ര നോക്കിയിട്ട് എത്തുകൂടിയും കിട്ടിയില്ല. ഇനിയിപ്പോ അവരോട് തന്നെ ചോദിക്കേണ്ടി വരുന്ന തോന്നണേ. അങ്ങോട്ട് ചെന്ന് കയറിക്കൂട്, എന്നാ ചോദിക്കാനാടാ? നിങ്ങൾ ആരെയാ നമ്മൾ കെട്ടിയെന്നോ? അടപടലെന്ന് ആറുമോനെ അവകടെ മുന്നിൽ എന്ന് ഡേവി പറഞ്ഞു. ഹരി, കെട്ടിയ പെണ്ണിന് പോലും അറിയാത്ത നമ്മളെക്കാൾ വലിയ ദുരന്തങ്ങൾ വേറെ ഉണ്ടാവില്ല അല്ലേടാ. ഒരു കാര്യം ചെയ്യാം, അവരോട് നമ്മുടെ റൂമിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറയാം, അപ്പോഴറിയാലോ എന്ന് ദക്ഷ ഒരു ഉപായം ഉന്നയിച്ചു. എന്നിട്ട് വേണം ഇന്നലെ ഒരാഴ്ച എന്ന് പറഞ്ഞു പോയവര് ആക്രാന്തം മൂത്ത് വിളിച്ചതാവുന്ന അവളുമാര് ഓർക്കാൻ എന്ന് പറഞ്ഞ് ഷാൻ ഡേവിയെ രൂക്ഷമായി നോക്കിയതും നിങ്ങൾക്ക് കൂടെയല്ലേ കണ്ണൂടാതെ തന്നെ പറയാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ എനിക്കായ പ്രശ്നം എന്ന് കലിപ്പായതും ഇനിയിപ്പൊ നമ്മൾ പഴിചാരിയിട്ടൊന്നും കാര്യമില്ല, ഇതിനൊരു പരിഹാരം കാണേണ്ട എന്ന് ഹരി പറഞ്ഞിരുത്തിയതും അവന്മാരെല്ലാവരും ഇരുന്ന് ആലോചന തുടങ്ങി. ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് ലീവ് എടുക്കാം, അങ്ങനെയാണെങ്കിൽ അവരെ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്ത് അറിയാൻ പറ്റും ആരൊക്കെയാണെന്ന് എന്ന് കിച്ചു പറഞ്ഞിരുത്തിയതും ബാക്കിയുള്ളവർ അതിനോട് അനുകൂലിച്ച് അവരവരുടെ വർക്കിലേക്കായി തിരിഞ്ഞു. എന്നാൽ വീട്ടിലെ പെൺപടൽ വീടായ ചുറ്റിക്കാണും തിരക്കിലായിരുന്നു. ഓരോ ചളി പറഞ്ഞും പാര വെച്ച് അവർ സമയം തള്ളി നീക്കി. വൈകുന്നേരത്തോടടുത്ത് ചെക്കന്മാർ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് മടങ്ങി. വീട്ടിലെത്തി അകത്ത് കയറിയെങ്കിലും അവളുമാരാരെയും കാണാതെ വന്നും അവർ പരസ്പരം ഒന്ന് നോക്കി തിരികെ മുറ്റത്തേക്ക് ഇറങ്ങിയവയാണ്. ശിവ, ദേ ഒന്നുകൂടെ, അവിടെ ആ കൊമ്പിനായിരിക്കും നല്ല മുഴുത്തുണ്ട്, അതോടെ പൊട്ടിച്ചിട്ട്. സൗണ്ട് കേട്ട് അവർ വീണ് വലതുവശത്തേക്കായി ചെന്ന് നോക്കവേ അവിടുത്തെ കാഴ്ചയിൽ 5 പേരും മിഴിച്ചു നിന്നു. മുറ്റത്തൊരു ഭാഗത്തായി നിൽക്കുന്ന പടുകൂറ്റം മാവിന് മുകളിലായി ശിവ കയറിയിരുന്ന് മാമ്പഴം ഓരോന്നായി താഴെ നിൽക്കുന്ന സ്ത്രീക്ക് പൊട്ടിച്ചു കൊടുക്കുന്നു. സ്ത്രീയാണെങ്കിൽ നിലത്തി വീഴുന്നവയെല്ലാം ബാസ്ക്കറ്റിലായി നിറച്ചുകൊണ്ട് പിന്നെയും മുകളിലോട്ട് നോക്കി ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് കിളി വർത്തിയുന്ന ചെക്കന്മാർ പരസ്പരം നോക്കവെയാണ്. പെങ്ങളെ കെട്ടിയ സ്ത്രീധന തുക തരുമോ അളിയാ എന്ന് പാട്ടും പാടി ആ കുലീവിന്റെ കഴുത്തിലായി കൈകോർത്തി വീണ് പുറകുവശത്ത് കടന്നു വരവേ അവളുടെ പാട്ട് കേട്ട് അവന്മാരുടെ മിഴികൾ അങ്ങോട്ടായി ചലിച്ചു. തോളിൽ കൈയിട്ടുകൊണ്ട് ചാടിത്തുള്ളി നടന്നു വരുന്നവൾമാരെ കണ്ട കിച്ചുവും ഷാനും വായി തുറന്ന് നോക്കി. ഡീ പാർട്ടികളെ എന്ന് അലർച്ച കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ പാട്ടും പാടി വരുന്നവർക്ക് പുറകെ അതാ നീളത്തിലുള്ള കമ്പം പിടിച്ചുകൊണ്ട് ഓടി വരുന്ന ഇഷു. ഓടി വന്ന ഇഷു അക്കുവിന്റെയും ലീവിന്റെയും മുമ്പിലായി തടസ്സം തീർത്ത് നിന്ന് കിതച്ച് വടിയുയർത്തിക്കൊണ്ട്, സത്യം പറഞ്ഞോ, ഇതിൽ ആരെ ഞാൻ കുടിക്കാനെടുത്ത് എന്റെ മാത്രം ചായയിൽ ഉപ്പിട്ട് വെച്ച് പറയടി കശ്മലികളെ. കണ്ണീ ചോരില്ലാത്തവൾമാര് എന്റെ ചായയിൽ ഉപ്പിട്ട് വെച്ചിട്ട് കണ്ടില്ലേ നിഷ്കളങ്കതയോട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു തുള്ളിയതും അക്കു ചാടി കയറി. ഉപ്പിട്ട് ഞാനല്ല, ലീവാ. ഉപ്പിട്ട് ഞാൻ തന്നെയാ, പക്ഷെ ഇവളിനോട് മുളക് കൂടിയിടാനാ പറഞ്ഞ് എന്ന് ഇഷുവിന്റെ പല്ല് കടിച്ചുള്ള നോട്ടത്തിൽ പരിഞ്ഞ അക്കു. അത് പിന്നെ ഫ്രിഡ്ജ് വരുന്നപ്പോ അതിൽ ഞാൻ എടുക്കാൻ വെച്ച ചോക്ലേറ്റ് നീ ചാടി വീണെടുത്തില്ലേ, അതിനൊരു മറുപടിയായിട്ട് കരുതിയാ മതി. അതിനതില് വേറെ ഉണ്ടല്ലോ. ഉണ്ടാവും, ബട്ട് എനിക്ക് അത് തന്നെ വേണ്ടിയിരുന്നു, അതാ എന്നുള്ള അവരുടെ സംസാരം കേട്ട് ചെക്കന്മാരും മൂന്നും കിച്ചുവിനെയും ഷാനിയെയും നോക്കി. 2 പേരിൽ ഏതൊരാളാണെങ്കിലും നിങ്ങൾ പെട്ടുമക്കളെ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് അടക്കി ചിരിച്ചു. അതിന് തിരികെ അവന്മാരുടെ ദയനീയ നോട്ടമായിരുന്നു മറുപടി.
ഇതിനിടയിൽ ദേവിയുടെ മിഴികൾ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ ശ്രമിക്കുന്ന ശിവയിൽ ഉടക്കവേ തെന്നിമാറിയ ധാവണിക്കിടയിലൂടെ അവിടെ ഇടുപ്പ് അനാവൃതമായതും ഒരു നിമിഷം മിഴികൾ ഇടുപ്പിലായി പതിഞ്ഞുവെങ്കിലും അടുത്ത നിമിഷം അവൾ മറ്റാരുടെയോ ആയേക്കാമെന്ന ചിന്തയിൽ തലവെട്ടിച്ചുകൊണ്ട് കലിപ്പിൽ എന്നാലറിയത് അവന്റെ ശബ്ദം കേട്ട് ഞെട്ടിയവർ 5 പേര് മുന്നോട്ട് നോക്കി. കലിപ്പിൽ നിൽക്കുന്ന ഡെവിയെ കണ്ട് പതിരെ ശിവ പതിയെ മരത്തിൽ നിന്ന് നിലത്തിറങ്ങിയ സ്ത്രീയെ നോക്കി. സ്ത്രീയാണെങ്കിൽ കൈയുള്ള ബാസ്ക്കറ്റ് നെഞ്ചോടടക്കി പിടിച്ച ശിവയോടൊപ്പം അവർക്ക് മുന്നിലായി വന്നു നിന്നു. ബാക്കി 3 അവിടെ ഹാജർ വെച്ചിരുന്നു. പതിയെ ഡെവിയെ നോക്കി ശിവ അവന്റെ കലിപ്പ് മുഖം കണ്ട് വാന നിരീക്ഷണത്തിൽ ഏർപ്പെട്ടതും അത് കണ്ട് ഡെവി കലിയിൽ എവിടെ നോക്കിയാണ് ഈ മരത്തിന് മുകളിൽ ഇരിക്കുന്നേ എന്ന് കലിപ്പിട്ടതും ശിവ പെട്ടെന്ന് അടുത്തിൽ നിന്ന് ദക്ഷിണെ ദയനീയമായി നോക്കിയതും ഒരു നിമിഷം ഡെവി മൗനം പാലിച്ചു. ഒരുപക്ഷെ ഇവൾ ദക്ഷിണ സ്വന്തമാണെങ്കിൽ തന്റെ ദേഷ്യം പോലും അവന്റെ പെണ്ണിനെ വേദനിപ്പിക്കില്ലേ എന്ന ചിന്ത അവരിൽ മിന്നിമായവേ ഉയർന്നു വന്ന ദേഷ്യം അടക്കി വെച്ചു. പക്ഷേ ദക്ഷിണ മിഴികൾ ഇടയ്ക്കിടയ്ക്ക് അനുസരണയില്ലാതെ സ്ത്രീയിലേക്കായി പാറി വീണുകൊണ്ടിരുന്നെങ്കിലും ഡെവിയിലുള്ള അതേ ചിന്ത അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. തങ്ങൾക്ക് സ്വന്തമായവരാരെന്ന് മനസ്സിലാവാതെ ഇനിയും വാതുറന്നിട്ട് കാര്യമില്ലെന്ന ചിന്തയിൽ അവളുമാരിലായി മിഴികൾ ഓടിച്ചു നോക്കി പിന്തിരിഞ്ഞ് വേഗത്തിൽ അകത്തേക്ക് പോയി. മല പോലെ വന്ന് മഞ്ഞുപോലെ പോയ ആശ്വാസത്തിൽ അവളുമാര് നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് ശ്വാസം വലിച്ചു വിട്ട് ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ പരസ്പരം ഒന്ന് നോക്കി അവർക്ക് പുറകെയായി അകത്തേക്ക് കയറി. തുടരും.